പാച്ചു, അവൾ പറഞ്ഞതൊക്കെ സത്യമാണോ? ജെനി പോയ വഴിയെ നോക്കിക്കൊണ്ട് ജാനി അവനോട് ചോദിച്ചു. സത്യമാണ്. പാച്ചുവിന്റെ മറുപടി കേട്ടപ്പോൾ അവർ മുഖത്തോട് മുഖം നോക്കി. നിങ്ങൾക്കറിയുമോ, ഈ നിൽക്കുന്ന ഞങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട് അവളോട് അവനെ സ്നേഹിക്കാൻ. അന്നൊക്കെ അവൾ പറഞ്ഞതാണ് അവന് ലവ് അല്ല ലസ്റ്റ് ആണെന്ന്. ഇന്നാണ് അത് ബോധ്യമായത്. ഞങ്ങൾ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ജെനി അവനെ കൊന്നേനെ. പാച്ചു ജെനിയുടെ മുറിയിലേക്ക് പോയി. അവന്റെ കൂടെ എബിയോ അഞ്ചു. എന്നാലും എന്റെ ഫ്ലവർ വേസ്, മഹി സങ്കടത്തോടെ പറയുന്നത് കേട്ട് എല്ലാവരും വായും പൊളിച്ച് അയാളെ നോക്കി. നിങ്ങൾക്ക് അതാണോ നിങ്ങളുടെ മകളാണോ വലുത് മനുഷ്യ? വസു ദേഷ്യത്തോടെ മഹിയോട് ചോദിച്ചു. എന്റെ പെണ്ണും പിള്ളേ, ഈ അവസ്ഥയിൽ അവളുടെ അടുത്തേക്ക് പോയ അച്ഛനാണെന്നൊന്നും അവള് നോക്കില്ല, വലിച്ചു കീറും. ഇനി അതുകൊണ്ട് എനിക്ക് വലുത് ഫ്ലവർ വേസ് തന്നെയാ. വിളിച്ചുകൊണ്ട് മഹി പറഞ്ഞപ്പോ ബാക്കിയുള്ളവരും ചിരിച്ചു. നല്ല തന്ത. ചന്ദ്രൻ ചിരിച്ചുകൊണ്ട് മഹിയുടെ തോളിൽ തട്ടി. സോറിടാ, ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് കരുതിയില്ല. ശേ, അപ്പോഴത്തെ ദേഷ്യത്തിന് നിങ്ങൾ ഉള്ളതുപോലും ഓർത്തില്ല. മഹി സങ്കടത്തോടെ ചന്ദ്രനോട് പറഞ്ഞു. എന്റെ മഹി, നീ മോശമൊന്നും വിചാരിക്കണ്ട. ജെനി ഞങ്ങൾക്കറിയില്ലേ, അല്ലേ സീതേ? ചന്ദ്രൻ സീതയോട് പറഞ്ഞു. അത് തന്നെ, എനിക്ക് ജെനി വലിയ ഇഷ്ടമാണ്. മനുവിന് ജാനിയെ തരുന്നത് പോലെ ജെനി അച്ചുവിനെ കൊണ്ട് കെട്ടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവമേ, ഇപ്പൊ ദൈവത്തിനെ വിളിച്ചത് അച്ചുവാണ്. ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അമ്മേ, അമ്മയ്ക്ക് എന്നെ കണ്ട് മതിയായല്ലേ? അച്ചു സീതയോട് ചോദിച്ചു. എടാ, അവൾക്ക് കുറച്ച് ദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ. പാവമാണ്, സ്നേഹിച്ച ചങ്ക് പറിച്ചു തരാം. മനു അമ്മയെ സപ്പോർട്ട് ചെയ്തു. ഓവേ. അവന്റെ മുഖഭാവം കണ്ട് എല്ലാവരും ചിരിച്ചു. ആദ്യം നമുക്ക് മനുവിന്റെയും ജാനിയുടെയും കാര്യം തീരുമാനിക്കാം. ഇനി അച്ചുവിനും ജനിക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നുവാണെ അപ്പം നടത്താം. രംഗ ശാന്തമാക്കാം മഹി പറഞ്ഞു. അതോടെ എല്ലാവരും ഒന്ന് അടങ്ങി. ജെനി, ഡാ. ബെഡിൽ തല താങ്ങിയിരിക്കുന്ന അവളെ അഞ്ചു വിളിച്ചു. ജെനി തല ഉയർത്തി അവരെ നോക്കി. അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. എന്താടാ? അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ട് പാച്ചു എബി അവളുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു. എടാ, ഞാൻ അമ്മയോട്. പോട്ടടാ, സാരമില്ല, ദേഷ്യത്തിൽ പറഞ്ഞതല്ലേ. നമുക്ക് കുറച്ചു കഴിഞ്ഞ് സോറി പറയാം. അഞ്ചു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജെനു എന്ന് മൂളിക്കൊണ്ട് അഞ്ചുവിന്റെ തോളിലേക്ക് ചാഞ്ഞു. ഡാ, എനിക്കൊരു പാട്ട് പാടി തരാമോ? കുറച്ചു കഴിഞ്ഞപ്പോ പാച്ചു അവളോട് ചോദിച്ചു. ജെനി പുഞ്ചിരിച്ചുകൊണ്ട് എണീറ്റു. മറുത്തൊന്നും പറയാതെ അവളുടെ ഗിറ്റാർ എടുത്തുകൊണ്ട് വന്നു. അവളുടെ മനസ്സിന് സംഘർഷം മാറാൻ പാട്ടിനേക്കാൾ നല്ലൊരു മരുന്നില്ലെന്ന് പാച്ചുവിന് അറിയാവുന്നത് കൊണ്ടാണ് അവൻ അവളോട് അങ്ങനെ പറഞ്ഞത്. ഏത് പാട്ടാടാ വേണ്ടേ? ജെനി അവനോട് ചോദിച്ചു. അകർത്തും സാത്തുവോ. പാച്ചു ഒന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് തന്നെയല്ലേ നീ എപ്പോഴും എന്നെ കൊണ്ട് പാടിക്കാറുള്ളത്? പാച്ചുവിനെ നോക്കി പുരികം പൊക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അത്രയ്ക്ക് ഇഷ്ടമായോണ്ടല്ലേടാ നീ പാടുമുത്തേ. വിളിച്ചുകൊണ്ട് പാച്ചു പറഞ്ഞപ്പോ ജെനി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ജെനി പതിയെ അവളുടെ ഗിറ്റാർ മീട്ടി തുടങ്ങി. താഴെ ഇരിക്കുകയായിരുന്ന അച്ഛനും അമ്മയും ജാനിയും അച്ചുവും മനുവും ചന്ദ്രനും സീതയും എല്ലാം ഗിറ്റാറിന്റെ സൗണ്ട് കേട്ടപ്പോൾ മുകളിലേക്ക് നോക്കി. അവൾക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും പാടണം. പുഞ്ചിരിച്ചുകൊണ്ട് ജാനി പറഞ്ഞപ്പോൾ അവരെല്ലാം ചിരിച്ചുകൊണ്ട് അവളുടെ പാട്ട് ആസ്വദിക്കാൻ തുടങ്ങി. അവളുടെ മുറിയിൽ നിന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പാട്ട് കേട്ടു തുടങ്ങി. അവളുടെ പതിഞ്ഞ ശബ്ദത്തിൽ പാട്ട് കേട്ടപ്പോൾ എല്ലാവരും എല്ലാം മറന്നിരുന്നു. അച്ചു കണ്ണടച്ചുകൊണ്ട് സെറ്റിയിലേക്ക് ചാരിയിരുന്ന് അവളുടെ പാട്ട് മതിമറന്ന് ആസ്വദിക്കാൻ തുടങ്ങി. അവളുടെ പാട്ട് കേൾക്കുന്തോറും അവന്റെ മനസ്സിൽ അവളുടെ വെള്ളാരം കണ്ണുകളും മൂക്കുത്തിയും നിറഞ്ഞു നിന്നു. ജെനി പാടി നിർത്തിയപ്പോഴും അവളുടെ പാട്ടിൽ നിന്നും ആരും പുറത്തു വന്നിരുന്നില്ല. അച്ചുവിന് അവന്റെ കാതിൽ അവളുടെ പാട്ട് വീണ്ടും കേൾക്കുന്നത് പോലെ തോന്നി. ഇതുവരെ തോന്നാത്ത ഒരു ഇഷ്ടം അവളുടെ ശബ്ദത്തിനോട് അവന് തോന്നി. ആരെയും പാട്ടുപാടി മറ്റൊരു ലോകത്തെത്തിക്കാൻ കഴിയുന്ന ഒരുതരം മാജിക്കൽ വോയിസ് ആണെന്ന് അവന് തോന്നി. പിന്നെ കുന്താണ്. പാച്ചു എബി അഞ്ചു അവളെ കെട്ടിപ്പിടിച്ചു. പൊളിച്ചടാ. അവളുടെ കവളി ചുംബിച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞു. നമുക്ക് താഴേക്ക് പോവാം. ജെനി അവരോട് ചോദിച്ചു. പോവാം. അവർ 4 പേരും താഴേക്ക് പോയി. ആരോ സ്റ്റെയർ ഇറങ്ങി വരുന്നത് പോലെ തോന്നിയപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കി. ജെനിയും കൂട്ടുകാരെയും കണ്ടപ്പോൾ അവർ അവളെ തന്നെ നോക്കി. അവളുടെ ദേഷ്യത്തിന് അയവ് വന്നതുപോലെ അവർക്ക് തോന്നി. ജെനി വന്ന് വസുവിന്റെ അടുത്ത് നിലത്തിരുന്നു. അവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അവൾ എന്താണ് ചെയ്യുന്നതെന്നറിയാതെ എല്ലാവരും അന്തം വിട്ടുകൊണ്ട് അവളെ നോക്കി. അമ്മ, സോറി അമ്മ, എനിക്ക് ദേഷ്യം വന്നപ്പോ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാണ് അമ്മ, സോറി. കണ്ണു നിറച്ചുകൊണ്ട് ജെനി പറഞ്ഞപ്പോൾ എല്ലാവർക്കും വല്ലായ്മ തോന്നി. വസു അവളുടെ കയ്യിൽ നിന്നും അവളുടെ കൈയെടുത്ത് അവളുടെ നെറുകയെ തലോടി. ഓട്ടടാ, അമ്മയ്ക്ക് മനസ്സിലാവും. അവളുടെ നെറുകയെ ചുംബിച്ചുകൊണ്ട് വസു പറഞ്ഞു. സോറി അമ്മ. അമ്മയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് ജെനി പറഞ്ഞു. അച്ചു അവളെ തന്നെ നോക്കിയിരുന്നു. കുറച്ചു മുമ്പേ കലിതുള്ളിപ്പോയ ജെനിയല്ല എന്നവന് തോന്നി. വസുവിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ അച്ചുവിന് അവളോട് ദേഷ്യം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ അവന്റെ ദേഷ്യമെല്ലാം മാഞ്ഞു പോയതോർത്ത് അവന് തന്നെ അത്ഭുതം തോന്നി. ജെനി അമ്മയുടെ അടുത്ത് നിന്ന് എണീറ്റുകൊണ്ട് മഹിയുടെ അടുത്ത് ചെന്നിരുന്നു. ഞാൻ അവനോട് ഒരുപാട് തവണ പറഞ്ഞതാണച്ചേ എന്റെ പുറകെ വരരുതെന്ന്. അത് കേൾക്കാതെ ഇന്ന് എന്നെ വന്ന് പിടിച്ചപ്പോ നിയന്ത്രണം വിട്ടുപോയച്ചേ. ദേഷ്യം തീരുവോളം തല്ലിപ്പോയച്ചേ. ഞാൻ വേണേ ഹോസ്പിറ്റലിൽ പോയി അവനോട് സോറി പറയാം. എന്നോട് ദേഷ്യം വെക്കല്ലേ അച്ചേ, സോറി. മഹിയെ നോക്കി ജെനി പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, അച്ഛയുടെ പുലിക്കുട്ടി കരയുവാണോ? നീ ഒരുത്തന്റെ തലതല്ലി പൊളിച്ചെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം തോന്നിയിരുന്നു.
തല്ലിയതിനുള്ള കാരണം അറിഞ്ഞപ്പോ അതൊക്കെ മാറി. അച്ഛന് ദേഷ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നീ ചെയ്ത് തന്നെയാണ് ശരി. അനുവാദമില്ലാതെ ആര് തൊട്ടാലും പ്രതികരിക്കണം. നീ എന്റെ പുലിക്കുട്ടിയായാൽ മതി. ഇങ്ങനെ കണ്ണു നിറച്ചിരിക്കാതെ എന്റെ മോള് ചിരിച്ചേ. അവളുടെ കവളി തലോടിക്കൊണ്ട് മഹി പറഞ്ഞപ്പോൾ ജെനി ചിരിച്ചുപോയി. അവളുടെ ചിരി കണ്ടപ്പോൾ മറ്റുള്ളവരുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അച്ചുവിന്റെ കണ്ണുക അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. എന്തോന്ന് അവളിലേക്ക് വലിച്ചടുപ്പിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. അവളെ തന്നെ നോക്കി അവൻ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. സോറി എങ്കിളെ, ആന്റി, ഇങ്ങനെ ആവുമെന്ന് കരുതിയില്ല. ജെനി ചന്ദ്രനോട് സീതയോടും പറഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അറിയാത്തതാണോ? ഞങ്ങളുടെ പുലിക്കുട്ടിയല്ലേടി നീ. ഇരുന്നിടത്ത് നിന്നും എണീറ്റ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സീത പറഞ്ഞു. ജെനി പുഞ്ചിരിച്ചുകൊണ്ട് മനുവിനെ അച്ചുവിനെ നോക്കി. അച്ചു അവളെ പുച്ഛിച്ച് തള്ളുവെന്ന് കരുതിയ ജെനി അവനും തിരിച്ചു പുഞ്ചിരി നൽകിയപ്പോ വാ തുറന്നുപോയി. ചെക്കന്റെ ഏതോ പിടി ലൂസായെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പൊ ചന്ദ്ര, നമുക്ക് ജാതകം നോക്കാല്ലേ? മഹി ചന്ദ്രനോട് ചോദിച്ചു. ആ, വൈകാതെ അത് ചെയ്യാം. ജാതകം ചേർന്ന പിന്നെ അടുത്ത ആഴ്ച നിശ്ചയം, പിറ്റേന്നത്തെ ആഴ്ച കല്യാണവും നടത്താം. ഒന്ന് ആലോചിച്ചുകൊണ്ട് ചന്ദ്രൻ പറഞ്ഞപ്പോൾ എല്ലാവരും സമ്മതിച്ചു. മനു ജാനിയെ നോക്കി കണ്ണിറുക്കി. അപ്പോഴേക്കും ജാനി ആകെ പോത്തുലഞ്ഞു. ഷോ, അച്ഛേ, കല്യാണവും റിസപ്ഷനും ഒരു ദിവസം വേണ്ട, ജെനി പറഞ്ഞു. ആദ്യം ജാതകം നോക്കട്ടെ, എന്നിട്ടല്ലേ റിസപ്ഷനും കല്യാണവും. അച്ചു അവളോട് പറഞ്ഞു. തന്നോട് ആരെങ്കിലും പറഞ്ഞു? ഞാൻ എന്റെ അച്ഛനോടല്ലേ പറഞ്ഞു. ജെനിയും വിട്ടുകൊടുത്തില്ല. എന്റെ ഏട്ടന്റെ കല്യാണമല്ലേ, എനിക്കും അഭിപ്രായം പറയാം. തന്നോട് ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് കയറി പറയണ്ട. ഞാൻ പറയും, ഞാൻ എപ്പോ പറയുമെന്ന് എന്റെ ഇഷ്ടമാണ്. താൻ എപ്പോ വേണേലും പറഞ്ഞു, ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് പറയണ്ട. ഒരു കാര്യവും ഇല്ലാതെ രണ്ടും കൂടി ചുമ്മാ വഴക്കിടുവാണ്. ഒന്ന് നിർത്തുന്നുണ്ടോ? സാഹിയായിട്ട് മനു അവരോട് പറഞ്ഞു. ഇതുങ്ങളെയാണോ നിങ്ങൾ കെട്ടിക്കാൻ തീരുമാനിച്ച്? തല്ലി പിരിയൂ ഇതുങ്ങൾ. മഹിയും ചന്ദ്രനെ നോക്കിക്കൊണ്ട് മനു പറഞ്ഞു. കെട്ടിക്കാനോ? ജെനി അന്തം വിട്ടുകൊണ്ട് നോക്കി. ആ, നിന്നെ അച്ഛനെ കൊണ്ട് കെട്ടിക്കാനുള്ള പ്ലാനായിരുന്നു, ചിരിച്ചുകൊണ്ട് ജാനി പറഞ്ഞു. എന്റെ പട്ടി കെട്ടു ഇവനെ. ജെനി അച്ഛനെ നോക്കി പല്ലെറിഞ്ഞു. ഞാനെന്താ നിന്നെ കേട്ടാ മുട്ടി നിൽക്കുവാണോ? ആർക്ക് വേണം നിന്നെ? അത് തന്നെ, എനിക്കും വേണ്ട തന്നെ. എനിക്ക് വേറെ നല്ല ചെക്കന്മാരെ കിട്ടും. തന്നെ പോലെ കുരയ്ക്കുന്ന ഒന്നിനെ എനിക്ക് വേണ്ട. ആരടി കുരയ്ക്കുന്നത്? ഞാൻ എന്താ പട്ടിയാണോ? ഇപ്പോഴേലും മനസ്സിലായല്ലോ. രണ്ടും പിന്നെയും നല്ല പോരാണ്. അവരുടെ വഴക്കുണ്ട് വീട്ടുകാരും ജെനിയുടെ വീട്ടുകാരും തലയെ കൈവച്ചു. ഞങ്ങൾ ഇറങ്ങട്ടെ മഹി, ഇനിയും ഇവിടെ നിന്ന കൊലപാതകത്തിന് സാക്ഷി പറയേണ്ടി വരും. നാളെ കാണാം. അപ്പോ അവരെ കൂടുതൽ ഒരുമിപ്പിച്ച് നിർത്തുന്ന നല്ലതല്ല എന്ന് തോന്നിയപ്പോൾ ചന്ദ്ര യാത്ര പറഞ്ഞിറങ്ങി. വേഗം പൊയ്ക്കോ അങ്കിളെ, ജെനി പെട്ടെന്ന് പറഞ്ഞു. അതെന്താടി? സംശയത്തോടെ ചന്ദ്ര അവളോട് ചോദിച്ചു. ഞങ്ങൾ ഇങ്ങനെ കുരയ്ക്കുന്നതിനെ ഒന്നും വീട്ടിൽ വളർത്താറില്ല. അച്ചുവിനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇവിടെ ഇന്ന് ഞാൻ. അച്ചു പാണ്ടിലോറിയുടെ പോലെ പാഞ്ഞു വന്നതും മനു അവനെ തൂക്കിയെടുത്ത് വണ്ടിയിൽ കൊണ്ടുപോയി ഇട്ടു. എടി, നിന്നെ എന്റെ കൈ കിട്ടും, അവൻ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് അവളോട് പറഞ്ഞു. ഒന്ന് പോടോ. ജെനി അവനെ പുച്ഛിച്ചു തള്ളി. അപ്പൊ ശരി, യാത്ര പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങി. ജെനി, ഞങ്ങൾ ഇറങ്ങുക, നാളെ കാണാം. അവരുടെ പുറകെ യാത്ര പറഞ്ഞ് അവളുടെ കൂട്ടുകാരും ഇറങ്ങി. പിന്നീട് അങ്ങോട്ട് എല്ലാം പെട്ടെന്നായിരുന്നു. മഹിയും ചന്ദ്രനും കൂടി പോയി ജാതകം നോക്കി. 10 8 പൊരുത്തവും ദീർഘസുമംഗലി യോഗവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അച്ചുവിനായിരുന്നു കൂടുതൽ സന്തോഷം. അവന്റെ ഏട്ട ആഗ്രഹിച്ച ആളുടെ കൂടെയുള്ള ജീവിതം അവന് ഒരുപാട് സന്തോഷം തോന്നി. അടുത്ത ആഴ്ച തന്നെ നിശ്ചയം നടത്താൻ തീരുമാനിച്ചതുകൊണ്ട് ഇന്ന് എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. 2 വീട്ടുകാരും ഒരുമിച്ചാണ് പോകുന്നത്. ഒരുങ്ങി കഴിഞ്ഞില്ലേ? മഹി ഹാളിൽ നിന്ന് ഉറക്കെ ചോദിച്ചു. മഹിയുടെ ടെൻഷൻ കണ്ടാ തോന്നും അങ്ങേരുടെ നിശ്ചയാണെന്ന്. വരുവാ അച്ഛേ. ജെനി മുകളിൽ നിന്നും ഇറങ്ങി വന്നു. അവളുടെ പുറകെ ജാനി. വാസു അപ്പോഴേക്കും അവരുടെ മുറിയിൽ നിന്നും വന്നു. പോവാം, അവരവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. മഹി വണ്ടിയുടെ കീ എടുത്തുകൊണ്ട് പറഞ്ഞു. നിക്ക് നിക്ക്. ജെനി അവരെ തടഞ്ഞു. എന്താടി? മഹി അവളോട് ചോദിച്ചു. ഇനി അവിടെ ചെന്നിട്ട് ജെനി സാരി എടുക്ക്, ചുരിദാർ എടുക്കുക എന്നൊന്നും പറയരുത്. ഞാൻ എപ്പോഴത്തെയും പോലെ ജീനോ ജംപ് സ്യൂട്ടൊക്കെ എടുത്തോളാം, കേട്ടല്ലോ. ജെനി പറഞ്ഞപ്പോ വസു അവളെ കലിപ്പിച്ചൊന്ന് നോക്കി. നിന്റെ ചേച്ചിയുടെ നിശ്ചയത്തിനെങ്കിലും നിനക്ക് ഈ പേക്കോല ഒഴിവാക്കൂടെ? നോ വേ മാ, എന്നെ നിർബന്ധിക്കരുത്. അങ്ങനെയാണ് ഞാൻ വരില്ല. ജെനി അതും പറഞ്ഞ് സെറ്റിൽ പോയിരുന്നു. പൊന്നു വസു, അവളുടെ ഇഷ്ടമല്ലേ. എങ്ങോട്ടെങ്കിലും പോകുമ്പോ അമ്മയ്ക്കും മോക്കും വല്ലതും പറഞ്ഞില്ലേ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലേ? അവൾ വരുന്നത് തന്നെ വലിയ കാര്യമാണമ്മ. അത് മുടക്കല്ലേ. അവളുടെ ഇഷ്ടത്തിനുള്ളത് അവൾ എടുത്തോട്ടെ, പ്ലീസ്. ജാനിയും കൂടി പറഞ്ഞപ്പോ വസു ജെനിയുടെ ആവശ്യം അംഗീകരിച്ചു. അങ്ങനെ അവർ നഗരത്തിലെ അത്യാവശ്യം നല്ലൊരു ടെക്സ്റ്റൈൽസിൽ തന്നെ പോയി. അവരെ കാത്ത് ചന്ദ്രനും കുടുംബവും ഉണ്ടായിരുന്നു. മനുവേട്ട സുന്ദരമായിട്ടുണ്ടല്ലോ. മനുവിനെ കണ്ടപാടെ ജാനി പറഞ്ഞു. ഷോ, എനിക്കും തോന്നി. മനു കോളർ പൊക്കിക്കൊണ്ട് പറഞ്ഞു. അവന്റെ കണ്ണുകൾ പുറകെ നിൽക്കുന്ന ജാനിയിലേക്ക് പോകുന്നത് കണ്ടപ്പോ ജെനി ഒന്ന് ആക്കി ചുമച്ചു. അതോടെ അവൻ അടങ്ങി. അതെന്താടി, ഞാൻ സുന്ദരനല്ലേ? അച്ഛൻ ചൊറിയാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെന്താ, താനും സുന്ദരനാണ്. തിരിച്ച് തർക്കുത്തരം ഒന്നും പറയാതെ അവള് പറഞ്ഞപ്പോ അച്ചുവും മനുവും ജാനിയും വാ തുറന്നു. സത്യമാണോ? കളിയാക്കിയതല്ലോ. അച്ചു വീണ്ടും ചോദിച്ചു. അല്ല അച്ചുവേട്ട, സത്യമാണ്. ജെനിയുടെ അച്ചുവേട്ട എന്ന വിളിയും കൂടി ആയപ്പോ പൂർത്തിയായി. നിനക്കെന്താ മോളെ പറ്റിയേ? സംശയത്തോടെ അവളോട് മനു ചോദിച്ചു. എനിക്കെന്ത് പറ്റാൻ? ജെനിയോ അതേ ടോണി ചോദിച്ചു. അല്ല, സാധാരണ ഇങ്ങനെയല്ലല്ലോ.
ഇവൻ സുന്ദരനാണെന്നൊക്കെ പറയുന്നു. ഓ അതാണോ? എന്റെ പൊന്നേട്ടാ, ആൾക്കുരെങ്ങിനും ഇല്ലേ അതിന്റേതായ സൗന്ദര്യം? അച്ചുവിനെ നോക്കിക്കൊണ്ട് ജെനി പറഞ്ഞപ്പോ അച്ചു അവളെ കടുപ്പിച്ചൊന്ന് നോക്കി. മനുവും ജാനിയും ചിരിച്ചുപോയി. ഇപ്പോഴാണ് നീ ജെനിയായത്. അവളുടെ തോളി തട്ടിക്കൊണ്ട് മനു പറഞ്ഞു, ഡി നീ എന്താ കളിയാക്കുവാണോ? ആരാടി ആൾക്കുരങ്ങ്? അച്ചു അവളുടെ നേർക്ക് ചീറിക്കൊണ്ട് ചോദിച്ചു. താൻ തന്നെ, പിന്നെ ദുൽഖർ സൽമാൻ ആണെന്നാണോ വിചാരം? കാക്കയ്ക്ക് ഷോക്ക് അടിച്ച പോലത്തെ തലമുടി, ഒരു കൂളിംഗ് ഗ്ലാസും. ദാ ജെനി അവനെ കളിയാക്കി. ഇതിനെ ഞാനിന്ന്. അവൻ അവളുടെ നേർക്ക് പാഞ്ഞു വന്നത് മനു അവനെ തടഞ്ഞു. അച്ചു, ഇത് പബ്ലിക്കാണ്, നമ്മുടെ വീടല്ല, രണ്ടും അടങ്ങി. മനു ഒരു വാണിംഗ് എന്നോണം പറഞ്ഞു. രണ്ടുപേരും ഒരു പൊടിക്കടങ്ങി. മനുവിന് അറിയില്ലല്ലോ ആളിക്കത്തുന്നതിന് മുമ്പുള്ള അണയലാണെന്ന്. ഏട്ടത്തി, നിങ്ങൾക്കിനി ഇതിൽ കൂടുതൽ ശിക്ഷ ഈ ജന്മം കിട്ടാനില്ല, ഇത് തന്നെ ധാരാളം. ജെനിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ജെനിയും അവനെ നോക്കി ചുണ്ടുകൊട്ടി. അതെ, നമുക്ക് പോയി ഡ്രസ് എടുക്കാം. നമ്മുടെയൊക്കെ അച്ഛന്മാരും അമ്മമാരും പോയിട്ട് കുറെ നേരമായി. മനു അവരോട് പറഞ്ഞു. എല്ലാവരും അകത്തേക്ക് കയറി. മനുവും ജാനിയും ആയിരുന്നു മുന്നിൽ. രണ്ടും കുറുകിക്കൊണ്ട് നടക്കുന്നു. അവരുടെ പുറകിൽ അച്ചുവും ജെനി. അവര് പിന്നെ രണ്ട് ധ്രുവങ്ങളെ പോലെയാണ്. പെട്ടെന്ന് മനു തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വഴക്കുണ്ടാക്കാൻ കാരണം അന്വേഷിക്കുന്ന പോലെയുള്ള രണ്ടിന്റെ നിൽപ്പ് കണ്ടത്. അതെ, ഈ തീപ്പൊരിയും വെടിമരുന്നും അടുത്ത് നിൽക്കുന്ന അത്ര നല്ലതല്ല. അവരുടെ നടുവേ കയറി നിന്നുകൊണ്ട് മനു പറഞ്ഞു. ജാനി ചിരിച്ചുകൊണ്ട് ജെനിയുടെ കൈപിടിച്ച് മുന്നിൽ നടന്നു. അവരുടെ പുറകെ മനുവും അച്ചു. നിങ്ങൾ എവിടെയായിരുന്നു പിള്ളേരെ? അവരെ കണ്ടതും സീതയും വസുവും ചോദിച്ചു. ഞങ്ങൾ പുറത്തുണ്ടായിരുന്നു, ഇവരോട് വഴക്കിടരുതെന്ന് പറയുകയായിരുന്നു. മനു വേഗം അവന്റെ ഭാഗം ക്ലിയറാക്കി. എന്നാൽ ജാനിമോൾക്ക് എടുക്കാം. അവരെല്ലാം ജാനിക്ക് ഡ്രസ്സ് തിരയാൻ നോക്കി. നിശ്ചയം ആയതുകൊണ്ടും ചെറിയ ഫംഗ്ഷൻ ആയതുകൊണ്ടും സെറ്റ് സാരിയോ ധാവണിയോ എടുത്താൽ മതിയെന്നായിരുന്നു തീരുമാനം. അതുകൊണ്ട് അവർ ആ സെക്ഷനിലേക്ക് പോയി. അച്ഛന്മാർ പിന്നെ ഇതിലൊന്നും താല്പര്യം കാണിക്കാതെ ഒരു മൂലയിൽ പോയി കത്തി തുടങ്ങി. അമ്മമാർ രണ്ടും നല്ല തിരയലാണ്. ജെനിയും ജാനിയും അവരുടേതായ രീതി നോക്കുന്നുണ്ട്. അച്ചുവും മനുവിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോയി. ധാവണി എടുക്കാൻ ചേച്ചി, ഒന്ന് ആലോചിച്ചുകൊണ്ട് ജെനി പറഞ്ഞു. അതെന്നാ, സാരി വേണ്ടേ? സാരി അത് വേണ്ട, കല്യാണത്തിന് അടിപൊളി സാരി എടുക്കാം. നമുക്ക് ധാവണി നോക്കാം. പുതിയ ഒരുപാടെണ്ണം വന്നിട്ടുണ്ടെന്ന് താഴെ പറയുന്നത് കേട്ടു. ആ എന്നാ അങ്ങനെ ചെയ്യാം, അമ്മയോട് പറയട്ടെ. ജാനി പോയി സീതയോടും വസുവിനോടും പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് ധാവണി നോക്കാൻ തുടങ്ങി. ഒരുപാട് നേരത്തെ തിരച്ചിലിനൊടുവിൽ രണ്ട് ധാവണി അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ. ഇത് മതി, ഇതാണ് ഒന്നുകൂടെ ഭംഗി. സീതയുടെ കയ്യിലിരിക്കുന്ന ധാവണി തൊട്ടുകൊണ്ട് ജെനി പറഞ്ഞു. അത് വേണ്ട, അതിന്റെ ബ്ലൗസ് ഡാർക്കാണ്. വസു അനിഷ്ടം പറഞ്ഞു. എന്റെ അമ്മേ, ചേച്ചിക്ക് ഡാർക്ക് നന്നായി ചേരും. അല്ലെങ്കിലേ ചേച്ചി നിറമുണ്ട്, അതിലേക്ക് ഈ മെറൂൺ കൂടി വരുമ്പോ നല്ല ഭംഗിയുണ്ടാവും. ജെനി പിന്നെയും പറഞ്ഞു. അത് വേണ്ട, ദേ ശങ്കരേക്കയും തെങ്ങ്, ഇത് മതി. അമ്മയും മോളും തുടങ്ങി. ആ സമയത്താണ് മനു അച്ചു അവരുടെ പർച്ചേസ് കഴിഞ്ഞ് വന്നത്. മോനെ മനു, നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? വസു ചോദിച്ചു. എനിക്കിത് മതി. സീതയുടെ കയ്യിലിരിക്കുന്ന കാണിച്ചു പറഞ്ഞപ്പോൾ ജെനിയുടെ മുഖം വിടർന്നു. അച്ചു നിനക്കോ? സീത അവനോട് ചോദിച്ചു. എനിക്കിത്. വസുവിന്റെ കയ്യിലിരിക്കുന്ന കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് മതി. ജെനി സീതയുടെ കയ്യിലിരിക്കുന്ന വാങ്ങിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, ഇത് മതി. അച്ചു വസുവിന്റെ കയ്യിലുള്ളതും വാങ്ങി. വേണ്ട, ഇത് മതി, ഞാനിത് ബില്ലടിക്കാൻ കൊടുക്കുവാണ്. ജെനി അതും പിടിച്ച് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകാൻ നിന്നു. അതല്ല, ഇതാണെന്ന് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കൊണ്ട് അച്ചു പറഞ്ഞു. അച്ചു അവന്റെ കയ്യിലുള്ളത് കൊണ്ട് മുന്നോട്ട് നീങ്ങി. ഇത് എടുക്കൂല. ജെനി അവന്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങി. പിന്നെ അവിടെ നടന്നത് ഒരു വടംവലിയായിരുന്നു. അവരുടെ തല്ല് കണ്ട് എല്ലാവരും തലയ്ക്ക് കൈകൊടുത്തു. സ്റ്റാഫ് എല്ലാവരും കണ്ണും തള്ളി നിൽക്കുന്നു. ജെനി, അച്ചു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ പ്രൊഡ്യൂസേഴ്സ് രണ്ടും കലിപ്പിൽ. സോറി. അത്രയും പറഞ്ഞ് രണ്ടും ധാവണി അവിടെ സ്റ്റാഫിനെ ഏൽപ്പിച്ചുകൊണ്ട് മുങ്ങി. അവര് രണ്ടുപേരും അവിടെ നിന്ന് പോയി. ജാനിയോട് അഭിപ്രായം ചോദിച്ചപ്പോ അവൾക്കും ജെനിയുടെ അതേ ഇഷ്ടമാണ്. അതുകൊണ്ട് ജെനി പറഞ്ഞ ധാവണി തന്നെ എടുത്തു. സ്റ്റാഫ് ജാനി ട്രയൽ കാണിച്ചു കൊടുത്തപ്പോ വസുവിന് ഒരുപാട് ഇഷ്ടമായി. ജെനി താഴെ ഫ്ലോറിലൂടെ നടക്കുമ്പോൾ അവളുടെ കണ്ണിൽ ഒരു ഡ്രസ് ഉടക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് അത് ഇഷ്ടമായി. അച്ഛയും അമ്മയും ആരും അറിയാതെ അവൾ അത് വാങ്ങി ബില്ല് ചെയ്ത് ആരും കാണാതെ വണ്ടിയിൽ വെച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വീണ്ടും കടയിലേക്ക് വന്നു. കള്ളത്തരം കാണിക്കാൻ അറിയാം. അയ്യോ, ജെനിമോൾ എടുത്തില്ലല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോ സീത അവളോട് ചോദിച്ചു. എനിക്കൊരു ഷർട്ടും ജീനും പോരെ ആന്റി, സമയമുണ്ടല്ലോ. വിളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അയ്യേ, സ്വന്തം ചേച്ചിയുടെ നിശ്ചയത്തിന് ആരെങ്കിലും ജീൻ ഇടുമോ? അച്ചു അവളെ കളിയാക്കി. ഞാൻ ഇടുന്നുണ്ട്, പോരെ? ജെനിയും അതേ ടോണിൽ മറുപടി പറഞ്ഞു. തുടങ്ങി രണ്ടും. ഇനി വഴക്കിടാനാണ് ഭാവമെങ്കിൽ രണ്ടിനെയും കിട്ടുന്ന വിലയ്ക്ക് ആക്രിക്കാർക്ക് കൊടുക്കും. അവരുടെ ഇടയിൽ കയറി മനു പറഞ്ഞു. അച്ചുവും ജെനിയും മുഖത്തോട് മുഖം നോക്കി. നീ പോടി. അച്ചു അവളെ പുച്ഛിച്ചു. താൻ പോടും. ജെനി തിരിച്ചു. രണ്ടും മുഖം വെട്ടിത്തിരിച്ച് വണ്ടിയിൽ കയറിയിരുന്നു.